അരവിന്ദേ, ആ എടാ തിരുവല്ലം കത്തിക്കാൻ മാർഗമുണ്ടോ? ആ കത്തിക്കാം. ഒന്നും ആയില്ലേ? എവിടുന്ന് ഇരുന്നിരുന്നാണ് തലവേദന എടുക്കാൻ തുടങ്ങി. ഇതൊന്നും നടപടിയാവാൻ തോന്നില്ല. നാളെ പ്രൊഡ്യൂസർ വിളിക്കുമ്പോൾ എന്തു പറയുന്ന. ആദ്യത്തെ പടം ചെയ്യാൻ ഇത്ര ബുദ്ധിമുട്ടില്ലായിരുന്നല്ലേ? അതല്ലടാ, പുള്ളിക്ക് നമ്മളുള്ള വിശ്വാസമില്ലേ, അതങ്ങ് പോവും. കുഴപ്പമില്ല, നമുക്ക് നോക്കാം. നീ എന്നാ പോയി കിടന്നോ, ഞാൻ ഇതും കൂടെ വായിച്ചു തീർത്തിട്ടങ്ങ് വരാം. ചേട്ടാ, ഞാൻ ഒരു കഥ പറയട്ടെ. ശരിക്കും പറഞ്ഞ കഥയല്ല, ഒരു സംഭവം. പറ. ചേട്ടൻ ഈ 500 മംഗലത്തെ ശവപ്പറമ്പിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഈ 500 മംഗലം അത് ഈ നാടല്ലേ? ആ, ഇവിടെ നാട്ടുകാർ ശവപ്പറമ്പ് എന്ന് വിളിക്കുന്നൊരു പറമ്പുണ്ട്. ഇവിടുത്തെ നാട്ടുകാർ മാത്രമല്ല, ഇതിനടുത്തുള്ള നാടുകളിലും അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത്. ഇത് ഒരു ഏക്കറോളം വരുന്നൊരു പറമ്പാണ്. ഇവിടുത്തെ വലിയൊരു കുടുംബക്കാരുടെ പറമ്പായിരുന്നു. നാട്ടിൽ പ്ലേഗ് പടർന്നു പിടിക്കുന്ന സമയം അന്നത്തെ കാരണവർ നാട്ടുകാരടക്കാൻ വേണ്ടി ഇഷ്ടസ്ഥാനം കൊടുത്തതായിരുന്നു ഈ പറമ്പ്. പ്ലേഗ് വന്ന് മരിച്ചവരെ തന്നെയല്ല, പിന്നെ പിന്നെ അബ്നോർമലായിട്ട് മരിക്കുന്ന എല്ലാവരും ആ പറമ്പിൽ തന്നെ അടക്കി തുടങ്ങി. ഒരു സമയം കഴിഞ്ഞവരെ ആരെയും അടക്കാതായി. കാരണം അബ്നോർമലായിട്ട് മരിക്കുന്നവരുടെ നല്ലപോലെ കുറഞ്ഞു. ആദ്യമൊക്കെ ആൾക്കാർക്ക് ആ സ്ഥലത്ത് ചുറ്റപ്പെട്ട് ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നാട് പുരോഗമിച്ചപ്പോൾ ആ പേടിയും ഇല്ലാതായി. ആ പറമ്പിനടുത്ത് തന്നെ ആൾക്കാർ വീട് വെച്ച് താമസിക്കാനും തുടങ്ങി. അങ്ങനെ ഒരുപാട് കൊല്ലങ്ങൾക്ക് ശേഷം 500 മംഗലത്ത് ഒരു ആത്മഹത്യ നടന്നു. പക്ഷേ അയാളെ ആ പറമ്പിൽ അടക്കം ചെയ്തില്ല, പകരം മതപരമായ രീതിയിലാണ് അടക്കം ചെയ്തത്. ഇത് കഴിഞ്ഞാണ് ശരിക്കും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയത്. രാത്രി കാലങ്ങളിൽ ആ പറമ്പിൽ നിലവിളികൾ കേൾക്കാൻ തുടങ്ങി. ആ പറമ്പിനടുത്തുള്ള വീടുകളിലെ വളർത്തുമൃഗങ്ങളൊക്കെ ഒരു കാരണമില്ല ചത്തൊടുക്കാൻ തുടങ്ങി. അതുമാത്രമല്ല, ആ പറമ്പിൽ നിന്ന് ഭയങ്കരമായ ദുർഗന്ധം വരാൻ തുടങ്ങി. പോലീസ് വന്നു, മന്ത്രവാദികൾ വന്നു, പക്ഷെ ആരെ കൊണ്ടും ആ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റിയില്ല. അവസാനം ആ പറമ്പിനടുത്തുള്ള വീട്ടുകാരൊക്കെ അവിടെ താമസം മാറിപ്പോയി. ഇപ്പോഴും ഈ നാട്ടിലുള്ളവർക്ക് ആ പറമ്പിൻ്റെ പരിസരത്ത് കൊടുക്കാൻ പേടിയുണ്ട്. കൊല്ലങ്ങൾ കഴിഞ്ഞൊരു സംഭവം ഉണ്ടായി. 2 കള്ളന്മാർ ഇവിടുത്തെ 3 അമ്പലങ്ങളിൽ തിരുവാഭരണം മോഷ്ടിച്ചു. നാട്ടുകാർ ഓടിച്ചതിനിടയിൽ 2 പേര് ഓടിക്കയറി നമ്മുടെ ശവപ്പറമ്പിലേക്ക്. അവർക്കാണെങ്കിലോ ഈ പറമ്പിനെ പറ്റി ഒന്നും അറിയില്ല. നാട്ടുകാരെ കണ്ണു വെട്ടിച്ചിട്ട് അവർ തിരുവാഭരണം ആ ശവപ്പറമ്പിൽ തന്നെ കുഴിച്ചിട്ടു. കുറച്ച് നാൾ കഴിഞ്ഞു രാത്രി അവർ 2 പേരും നിൽക്കാം. കുഴിച്ചിട്ട സ്ഥലത്ത് മണ്ണ് മാറ്റി വന്നു. കുഴിമാന്തിവ ഞെട്ടി. തിരുവാഭരണത്തെ വരെ കുഴി കിടക്കുന്നത് തൻ്റെ കൂട്ടുകാരൻ്റെ അഴുകി തുടങ്ങിയ ശരി. പേടിച്ച കള്ളന് മിണ്ടാൻ പറ്റാതായിപ്പോയി. എന്നെയും കൂടെ കൊള്ളോടാ. പുള്ളിക്ക് പിന്നെ ഭ്രാന്ത് പിടിച്ച പോലെ ആയിപ്പോയി. കളറ് കിട്ടിയെങ്കിലും ഭ്രാന്ത് പിടിച്ചാൽ എന്ത് ചെയ്യാനാ? പുള്ളി ഇപ്പോഴേ നാട്ടിൽ അലഞ്ഞു നടക്കുന്നു. അപ്പോൾ തിരുവാഭരണോ? അതാ പറമ്പിൽ തന്നെ കാണും. പേടിച്ചിട്ടായല്ലോ അങ്ങോട്ട് കയറൂ. കൊള്ളാം, നല്ലൊരു ത്രെഡിനുള്ള വകയുണ്ട്. ശരിക്കും ഈ പറമ്പിനെ പറ്റി അങ്ങനെ പറയാൻ കൊള്ളുന്ന അപ്പവും പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്.
പറയുന്ന ആളും കേൾക്കുന്ന ആളും ഈ പറമ്പ് സ്വപ്നം കാണേണ്ടി വരുമെന്ന്. ഇനി എങ്ങാനും വീണ്ടും പുറത്തിറങ്ങേണ്ടി വന്നാലോ? എങ്ങനെയെങ്കിലും ആ പറമ്പിൻ്റെ അടുത്തൂടെ പോകേണ്ടി വരുമെന്ന് അപ്പവും പറഞ്ഞിട്ടുള്ളത്. നിനക്ക് ഇതിലൊക്കെ വിശ്വാസമുണ്ടോ? ഞാനിതൊന്നും കണ്ടിട്ടില്ല. എനിക്ക് അതുകൊണ്ടിനകത്ത് വലിയ വിശ്വാസമൊന്നുമില്ല. പക്ഷെ നമുക്ക് കാണാത്തൊന്നും ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഈ വീട് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ എന്ന് പറഞ്ഞില്ലേ, അവനൊക്കെ പേടിച്ചിട്ടാണ് ഈ വീട് ഉപേക്ഷിച്ചിട്ട് പോയത്. ഇപ്പം വിൽക്കാനൊക്കെ നോക്കുന്നുണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നില്ല. പിന്നെ നമ്മളൊരു എഴുത്തിൻ്റെയൊക്കെ ആവശ്യമെന്ന് പറഞ്ഞുകൊണ്ട് കിട്ടിയതാ. പിന്നെ ഇപ്പം ആൾതാമസം ഉള്ളതിൽ ആ ശവപ്പറമ്പനോട് ഏറ്റവും അടുത്തുള്ള വീടായത്. അതുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെ കിടന്നു. മനുഷ്യരെ പിടിക്കുന്ന പുല്ലേ. ആ സൗണ്ട് കേട്ടോ? അരവന്തേ, അരവന്തേ, ആ അരവന്തേ. ഇനി എങ്ങാനും വീണ്ടും പുറത്തിറങ്ങേണ്ടി വന്നാൽ എങ്ങനെയെങ്കിലും ആ പറമ്പിൻ്റെ അടുത്തൂടെ പോകേണ്ടി വരുമെന്ന്. ശരിക്കും ഈ പറമ്പിനെ പറ്റി അങ്ങനെ പറയാൻ കൊള്ളുന്ന അപ്പവും കൊണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പറയുന്നാളും കേൾക്കുന്ന ആളും പറമ്പ് സ്വപ്നം കാണും. അരവന്തേ, അരവന്തേ, അരവന്തേ,